മീ സൈമൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പോസിറ്റീവ് ചാനലാണ്. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്യുന്നൊരു വിഷയം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കമൻസും റിക്വസ്റ്റൊക്കെ, സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമല്ലേ, ധാരാളം റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ആ വിഷയം നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കണം? കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അവനെ വളർത്തിയെടുക്കുമ്പോൾ അത് നമ്മളെ ഉപകാരത്തിന് വേണ്ടിയില്ല, അവന് സ്വന്തം കാര്യം നിൽക്കത്തക്ക രീതിയിൽ അവൻ്റെ കാര്യങ്ങൾ കണ്ടെത്തി സ്മാർട്ടായി ഈ സമൂഹത്തോട് ചേരത്തക്ക രീതിയിലാണ് അവനെ വളർത്തിയെടുക്കേണ്ടത്. അപ്പൻ്റെയോ അമ്മയുടെയോ ഒരു തണലായി ആയിരിക്കാൻ പാടില്ല കുട്ടികൾ വളരുന്നത്. കുട്ടികൾ വളർന്ന് നമുക്കറിയാം, നമ്മൾ പൂച്ചക്കുട്ടിയുടെ കാര്യങ്ങളും കേട്ടിട്ടില്ലേ? ഒരു പൂച്ച പ്രസവിച്ച് കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് പാൽ കൊടുക്കും, 10 ദിവസമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ കുട്ടികളും ഓരോരുത്തർക്ക് വീതം ചവിട്ടി മാറ്റി ഓരോരുത്തർക്ക് വീതം കൊടുക്കും. അത് കഴിഞ്ഞ് എല്ലാവരെയും ഓടിച്ചു വിടും, അവർ സ്വന്തം നിലനിന്ന്. അതിന് മുമ്പ് അതിനോടൊക്കെ ട്രെയിനിങ് കൊടുക്കും, സർവൈവ് ചെയ്യാനുള്ള ട്രെയിനിങ് പരിശീലനങ്ങൾ കൊടുക്കും. അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. അതോടുകൂടി അത് കഴിഞ്ഞു. അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു രീതി, വാത്സല്യം കൂടി നമുക്ക് കുട്ടികളെല്ലാം കുറഞ്ഞു, നമ്മുടെ ഫാമിലി ന്യൂക്ലിയർ ഫാമിലിയായി. അപ്പോൾ സ്നേഹം മുഴുവൻ ഒരു കുട്ടിക്കോ 2 കുട്ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ അപ്പൻ്റെ അമ്മയുടെ ഒരു വിചാരം, അവർ റിട്ടയർ ചെയ്യുന്നവർ വരെ അല്ലെ, അവരെ 65-70 വയസ്സ് വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കുഞ്ഞുങ്ങളെ വളർത്തി എത്രയും വേഗം അവരുടെ കാര്യങ്ങൾ ചെയ്ത് മിടുക്കരായി പഠനമായാലും പിന്നീടുള്ള ജീവിതമായാലും അവൻ ഫേസ് ചെയ്യത്തക്ക രീതി വേണം അവനെ പഠിപ്പിക്കാൻ. അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നാലും വീട്ടിൽ നിന്ന് കിട്ടുന്നതായാലും അത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഗ്രഹിക്കുന്നില്ലെങ്കിൽ ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അത് അവൻ പഠിച്ചു വരണം. അവൻ്റെ പാഠഭാഗങ്ങൾ അവൻ ഹോംവർക്ക് അവൻ തന്നെ ചെയ്യണം. ഒത്തിരി അമ്മമാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മമാരുടെ ഭീഷണിയുടെ മുമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെയ്യാൻ പാടില്ല. ഹോംവർക്ക് അവനെ സഹായിക്കുക മാത്രമേ ചെയ്യണം, അവൻ ചെയ്യണം. ഒരു വിഷയത്തെ സംബന്ധിച്ച് അവനൊരു പുതിയ വിഷയത്തെ പറ്റി സംശയം ചോദിച്ചു വന്നാൽ ആ സംശയം മാത്രം നിർത്തി കൊടുക്കുകയല്ല വേണ്ടത്. അതിനെ സംബന്ധിച്ച് A to Z അവനോട് ഒരു ഐഡിയ കൊടുത്തിട്ട് അത് ഒരു സെർച്ച് ചെയ്ത് പഠിക്കാനുള്ള ഒരു വ്യഗ്രത അവനെ സൃഷ്ടിക്കണം. അതായത് ഒരു പഠനത്തിൻ്റെ ഒരു രീതി അതാണ്. ഇപ്പോഴത്തെ ഏത് കാര്യമാണെങ്കിലും A to Z പഠിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ടീച്ചർമാരെക്കാൾ ബുദ്ധിമാന്മാരെ കുട്ടികളുണ്ടാകുന്നൊരു കാര്യം. ടീച്ചർമാർ കോളേജ് നന്നായിട്ട് പഠിച്ച ടീച്ചറെന്ന് ഉദ്ദേശിക്കുന്നത് ബോത്ത് ജെൻഡറാണ്. അവർ കോളേജിലൊക്കെ പഠിച്ച അടിപൊളി ആളുകളാണ്, മിടുക്കന്മാരാണ്, മിടുക്കും. പക്ഷേ പിന്നീട് കുടുംബജീവിതമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവരവരുടെ സിലബസിലും സർക്കാർ നിർദ്ദേശിച്ച ഒരു നോട്ട് തയ്യാറാക്കിലൊക്കെ അവർ ഒതുങ്ങി നിൽക്കുക. പക്ഷേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഡയബറ്റിക്, പ്രഷർ എന്നൊക്കെ പറയേണ്ട വലിയ രോഗം, ഇപ്പോഴും വലിയ രോഗം തന്നെ. പക്ഷേ ശ്രദ്ധിച്ചാൽ അതൊരു കൂട്ടുകാരനെ പോലെ ഉണ്ടാകുന്ന രീതിയിൽ കണ്ടുപിടുത്തങ്ങൾ വന്നു കഴിഞ്ഞു. ഡയബറ്റിക് ഒരു വലിയ വിഷയമല്ല ഇപ്പം. വി ക്യാൻ കൺട്രോൾ ഇറ്റ് പ്രോപ്പർലി എന്ന് വന്നു കഴിഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ പ്രഷർ രോഗമാണെങ്കിലും കൺട്രോൾ ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞു. കാലങ്ങൾ മാറുകയാണ് സ്പീഡിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മളും മാറണം. അപ്പോൾ നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അവർ ഒരു റിസർച്ച് ചെയ്യുന്ന മനോഭാവം, ഇപ്പം തന്നെ കുട്ടികൾ അങ്ങനെയാണ്, അവർ മാറിക്കഴിഞ്ഞു. നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്ന അവസരമല്ലല്ലോ അവർക്കിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി ചെറുപ്പത്തിൽ തന്നെ ഒരു 1ാം ക്ലാസ്സിലോ LKG UKG കഴിയുമ്പോൾ തന്നെ നീന്തൽ പഠിപ്പിക്കണം. നമ്മൾ കഷ്ടപ്പെടുന്നതല്ല, നമുക്ക് ആ പാടെ ഡ്രീമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുകയും ചെയ്യുന്നത്, അവരുടെ കാര്യം ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ നമ്മുടെ അസൗകര്യങ്ങൾ മാറ്റി വെച്ച് കുട്ടികളോടൊപ്പം പോയി അവർ നീന്തൽ പഠിപ്പിക്കണം. അവർ അതിൽ പ്രാവീണ്യം, മാതാപിതാക്കൾക്ക് നീന്തൽ അറിയില്ല, അവരും പഠിക്കണം. അത് അവർക്ക് സന്തോഷമായിരിക്കും, അപ്പനും അമ്മയൊക്കെ കൂടെ പഠിക്കുന്നത്. അത് പഠിച്ചെടുക്കണം. നമ്മൾ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പോലെ തന്നെ ഗൗരവമുള്ളൊരു കാര്യമാണ് നീന്തൽ പരിശീലനം. ഓക്കെ, അത് കഴിഞ്ഞാലും 4-5 ക്ലാസ് ആകുമ്പോൾ അവന് കരാട്ടെയോ കുങ്ഫുവോ കളരിയോ പഠിപ്പിക്കണം. കാരണം സെൽഫ് ഡിഫെൻസാണ്. അത് സെൽഫ് ഡിഫെൻസ് ആരെങ്കിലും ഇടിക്കാനോ പിടിക്കാനോ ഒന്നും അല്ല.
അവനെ വ്യക്തിത്വത്തെ പുറത്തെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇപ്പം ഒരു ക്രോസ് എഡ്ജിൽ ജീവിക്കേണ്ട ഒരു കാലമാണ്. തൻ്റെ ഇടമായി നമുക്ക് ചിന്തിക്കണം, മനസ്സ് വരണം, എല്ലാം മനസ്സും ചിന്തയെല്ലാം ഒരുപോലെ ഏകാഗ്രമാകണമെങ്കിൽ കുറച്ച് മാർഷ്യൽ ആർട്സ് പഠിക്കുന്നത് നന്നായിരിക്കും. കരാട്ടയോ കുങ്ഫുവോ കളരിയോ എന്തെങ്കിലും. അത് 5ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ 8, 9 ബ്ലാക്ക് ബെൽറ്റ് ആവും. ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവരുടെ ഡാനുകളുണ്ട്. അതിൽ തന്നെ വേറെ ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഡാൻ, തേർഡ് ഡാൻ എന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ അവരത് കൂടുതൽ പ്രാവീണ്യം സിദ്ധിക്കും. അത് ഡിഗ്രിക്ക് തുല്യം. അത് NSGയിലൊക്കെ എടുക്കുമ്പോഴേ നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ സുരക്ഷാ ഗാർഡുകളുണ്ടല്ലോ, SPGയിലൊക്കെ എടുക്കുമ്പം ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രാജുവേഷൻ പോലെയാണ് കരുതുന്നത്. അപ്പോൾ അത് കുട്ടികളെടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ നന്നായിരിക്കും. കാരണം അത്യാവശ്യം അപ്പനോ അമ്മയോ സഹോദരിയൊക്കെ ഒരാളെ അവമാനിക്കാൻ വന്നാൽ വേണ്ടടാ എന്ന് പറയാൻ, അല്ല അപ്പൻ്റെ അമ്മയുടെ പുറകിൽ പനിക്കാനല്ല, വേണ്ടടാ എന്ന് പറയാൻ ഉള്ള കരുത്ത് അവന് വളർത്തിയെടുക്കണം. ഓക്കെ, ഇതെല്ലാം കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഒരു ഭാവി പൗരനെ വാർത്തെടുക്കുക. അതായത് നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, പ്രതിരോധത്തിലുള്ള ശേഷി. ആരോഗ്യവും പ്രതിരോധവും എന്ന് പറഞ്ഞാലേ ഈ കരാട്ടയും കുങ്ഫുവൊക്കെ പഠിക്കുന്നവർ വളരെ ക്ഷമയുള്ളവരായി മാറും. അവർ ആരെങ്കിലും ഇത് വെച്ചാൽ ഈ ക്രിമിനൽസിൻ്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ ആളുകൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയോജനമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കരാട്ടെ കുങ്ഫുവൊക്കെ പഠിപ്പിക്കണം. കുട്ടികളെ കുറച്ച് നേരമെങ്കിലും പുറത്ത് വിട്ട് കളിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയെ ആയിട്ട് പരിചയപ്പെട്ടു. അവൻ പെട്ടെന്ന് കിതയ്ക്കുക, അവന് ക്ഷീണിക്കുക. എന്നുവെച്ചാൽ അവന് എക്സസൈസ് കുറവാണ്. കുറച്ച് എക്സസൈസൊക്കെ വീട്ടിൽ ചെയ്ത് കൊടുക്കണം, പഠിപ്പിക്കണം. പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാനും ഓടാനൊക്കെ പേടി. കുട്ടി വീഴും, മുട്ട് പൊട്ടുമെന്നൊക്കെ. മുട്ട് പൊട്ടട്ടെ, വീഴട്ടെ, അതിനെന്താ? നമ്മളൊക്കെ വീണല്ലേ വളർന്നത്. മുട്ട് പൊട്ടിയിട്ടില്ലേ? സൈക്കിളിൽ നിന്ന് ഉരുണ്ട് വീണിട്ടില്ലേ? ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം, പാർട്ട് ഓഫ് ദി ലൈഫാണ്. അതൊക്കെ വേണം. അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പം വെറും പഠിപ്പീര് മാത്രമാകാതെ അവനെ കണ്ടെത്താനും അവളെ കണ്ടെത്താനും സർഗശേഷി വളർത്തിക്കൊണ്ടുവരാനും ഒരു ഉത്തമനായ കുട്ടിയായി വരുവാനും അവനെ ശ്രമിക്കണം, അവനെ പരിശീലിപ്പിക്കണം. അതായത് പഠന കാര്യത്തിലാണെങ്കിലും A to Z അവനതിനെപ്പറ്റി പഠിക്കണം. സയൻസ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും സോഷ്യൽ സ്റ്റഡീസ് ആണ്, എന്താണെങ്കിലും. എഞ്ചിനീയറിംഗ് പോയാതെ അങ്ങനെയുള്ള ഒരാൾ വലിയ ആളുകളായി തീരുന്നത്. നമുക്ക് സാധാരണ പയ്യനെ കൊണ്ട് നമുക്ക് പാടില്ലല്ലോ, പോരല്ലോ. സാധാരണ കേളിനെ കൊണ്ട് നമുക്ക് മതിയാകത്തില്ലല്ലോ. നമുക്ക് അടിപൊളിയായിട്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന, നാട്ടുകാർ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അടിപൊളി വ്യക്തി, ഒരു നല്ല ഉത്തമനായ പൗരനാക്കണം നമ്മുടെ ആഗ്രഹം, അല്ലേ? അപ്പോൾ അതനുസരിച്ച് പരിശീലനം കൊടുക്കണം, നമ്മൾ ശ്രദ്ധിക്കണം, അവനെ പ്രോത്സാഹിപ്പിക്കണം. ചെറിയൊരു കാര്യം ചെയ്താൽ പോലും മാതാപിതാക്കൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. തിരിച്ച് അപ്പനും അമ്മയും ചിലൊരു കാര്യം ചെയ്യുമ്പോഴും മക്കൾ പറയും, ഓ ഗുഡ് ഡാഡി, ഗുഡ് ഡാഡി. എങ്ങനെ കൊടുത്താൽ തിരിച്ചു കിട്ടും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37, 38, 39 വായിച്ചാൽ മനസ്സിലാവും. കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടും. എങ്ങനെ പെരുമാറുന്നു അത് തിരിച്ചു പെരുമാറും. നമ്മൾ ആ കുട്ടിയെ ചെറിയ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഗുഡ് അൽഫോൺസ് എന്ന് പറയാം, അല്ലെ ഗുഡ് ജാനകി, ഓ വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ, യു ആർ എ സ്മാർട്ട് ഇൻ്റലിജൻറ്റ് ബോയ്, യു ആർ എ സ്മാർട്ട് ഇൻ്റലിജൻറ്റ് ഹാൻസം ഗേൾ, ഓ ബ്രേവിനെസ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ ആ ബ്രേവിനെസ് കിട്ടാൻ വേണ്ടി, അവർക്ക് ആ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി കൂടുതൽ അധ്വാനിക്കും. ഇതൊക്കെ ചെറിയ ടെക്നിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു ഉത്തമ പൗരൻ സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ജനിക്കുന്ന ഒരു കുഞ്ഞിനും തിരിവില്ല. ദൈവം ഒരു തിരിവ് വരെ. എല്ലാ കുഞ്ഞുങ്ങളും മിടുമിടുക്കരായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്ന അവസരവും പരിശീലനവും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കിട്ടുന്ന, അവരിലേക്ക് നമ്മൾ പ്രസരിപ്പിക്കുന്ന ആ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിലേക്ക് ആ ഒരു ഇടപെടലാണ് അവനെ വേണ്ടത് ഉയരാൻ കഴിയാവും. അതായത് എല്ലാവരും തന്നെ ഒരു കർണൻ, ഹിന്ദു ഫിലോസഫി ഒരു കർണൻ എല്ലാ കവച കുണ്ടലങ്ങളോടുകൂടി ജനിച്ച്, അതുപോലെ ഓരോ കുഞ്ഞുങ്ങളും എല്ലാവരും പരിശീലനം കിട്ടിയാൽ എല്ലാവരും നന്നാവും, സ്മാർട്ടാവും. ഓക്കെ, അതിന് നമുക്ക് പരിശ്രമിക്കാം. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രവിക്കുന്നു. അത്
സഹായിക്കുന്നു. നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. കൂടുതൽ നമ്മളിതൊരു പോസിറ്റീവ് ചാനലാണ്. ജിമ്മി ട്രിക്കൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ആളെ കൂട്ടുക, വരുമാനം കൂടുക പരിപാടിയൊന്നുമില്ല. ഇത് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം, അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇറ്റ്സ് മീ സൈമൺ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഫാൻറ്റാസ്റ്റിക് സക്സസ്ഫുൾ ഡേ ആശംസിക്കുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്.